അങ്ങനെ കാണാൻ നമുക്ക് പറ്റണം. അത് രണ്ടാമത്തെ ഒരു യാത്രയാണ്. മൂന്നാമത്തെ യാത്ര ഫ്രണ്ട്സിന്റെ കൂടെയുള്ള യാത്രയാണ്. അതിപ്പോ ഇവിടെ കൂടുതൽ പറയേണ്ട കാര്യം, ആണുങ്ങള് ഫ്രണ്ട്സിന്റെ കൂടെ പോയാൽ പെണ്ണുങ്ങളാകെ കച്ചറ ഉണ്ടാക്കാം. നിങ്ങൾക്ക് ഈ കൂട്ടുകാരെ ഉള്ളൂ, അങ്ങനത്തെ ഉള്ളൂ. ഇവരെ കൂടെ കുറെ പോയിട്ടുണ്ടാവും, എന്നാലും ചെങ്ങായിമാരെ കൂടെ അയക്കൂല. കാരണം നമുക്ക് ഓക്സിറ്റോസിൻ, ഡോപ്പമിൻ, അതേമാതിരി തന്നെ മെറ്റ്ഫോമിൻ എന്നൊക്കെ പറയുന്ന കുറെ മരുന്നുകളും കുറെ എനർജികളും കുറെ സാധനങ്ങളുണ്ട്. അതിൽ ഓക്സിറ്റോസിൻ എന്ന് പറയുന്നത് നമ്മളെ സംബന്ധിച്ചിടത്തോളം എന്താണ്, കൂട്ടുകാരോടൊപ്പം നടക്കുമ്പോൾ കിട്ടുന്ന ഒരു എനർജിയാണ്. അതിന് പകരം വെക്കാൻ വേറൊരു എനർജിയുമില്ല. നിങ്ങൾ നോക്കിക്കോ, വയസ്സായ ആൾക്കാർ പീഡികക്കൊലായി ഇരുന്നിട്ട് വർത്തമാനം പറയും, ഇപത്തും പറയണ്ടെന്നുള്ളൂ. ആ പറയുന്ന ആൾക്കാർക്ക് ഒരു ആയുസ് കൂടുന്നു എന്നാണ് സൈക്കോളജിയുടെ പഠനം. കാരണം കൂട്ടുകാരോടൊപ്പമാണ് അവര്. നേരെ മറിച്ചിട്ട് റിട്ടയർഡ് ഹാൻഡ് ആയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, വീട്ടിലിരുന്നിട്ട് ഇങ്ങനെ 56 വയസ്സ് കഴിഞ്ഞത് പെരയിലിരുന്നിട്ട് കഴിഞ്ഞു എന്റെ കാലം എന്ന് ചിന്തിക്കുന്ന ആള് പെട്ടെന്ന് അറ്റാക്ക് ഒന്ന് മരിച്ചു പോകുന്നു, അല്ലെങ്കിൽ അയാൾക്ക് ആരോഗ്യ പ്രശ്നം ഉണ്ടാകുന്നു. കാരണം എന്താ, കൂട്ടുകാരോടൊപ്പമല്ല. പ്രായം ചെന്ന ആൾക്കാരാകുന്നത് വരെ നമ്മൾ കൂട്ടുകാരോടൊപ്പമായിരിക്കണം. നമുക്കൊരു പ്രശ്നം വന്നാൽ ഓടിയെത്തുന്നത് കുടുംബക്കാരേക്കാൾ വേഗത്തിൽ ഒരു പക്ഷെ നമ്മുടെ പ്രിയപ്പെട്ട കൂട്ടുകാരായിരിക്കും. അതല്ല ഈ പയ്യന്മാർക്കൊക്കെ അവരുടെ കൂട്ടുകാരെ എത്ര വലിയ ഇഷ്ടം. അവര് ചങ്ക് പറിച്ചു കൊടുക്കുന്ന, അവര് ഇങ്ങനെയൊക്കെ പറയുന്നത് ചങ്ക് പ്രോയാണെന്നൊക്കെ പറയാനുള്ള കാരണം അതാണ്. അതുകൊണ്ട് കൂട്ടുകാരോടൊപ്പം നമ്മൾ യാത്ര ചെയ്യണം. അത് വിശദീകരിച്ച് പറയുന്നില്ല, അത് അതിന്റെ സദസ്സല്ല.